Hi everyone. So, in this video, we will discuss the last exam, that is June 2023, NTA UGC Net English June 2023. Shift 1 American literature questions. എന്തുകൊണ്ടാണ് നമ്മൾ അമേരിക്കൻ ലിറ്ററേച്ചറിന് ഫോക്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞൊരു എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 5 to 6 ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഷിഫ്റ്റ് അമേരിക്കൻ ലിറ്ററേച്ചറിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ബാക്കിയുള്ള മൊഡ്യൂൾസുകളെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ബ്രിട്ടീഷ് ലിറ്റററി തിയറി, ഈ രണ്ട് വലിയ മൊഡ്യൂൾസുകളെ കമ്പയർ ചെയ്യുമ്പം പൊതുവെ എപ്പോഴും അമേരിക്കൻ ലിറ്ററേച്ചറിൽ നിന്ന് വളരെ കുറവ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ റീസെൻറ്റ് ടൈംസിൽ നമുക്കതിലൊരു ഇൻക്രീസ്, അതായത് 1ഉം 2ഉം ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ നിന്ന് 5-6 ക്വസ്റ്റ്യൻസിലോട്ട് ഉള്ളൊരു ഡെവലപ്മെൻറ്റ് നമുക്ക് അമേരിക്കൻ ലിറ്ററേച്ചറിൽ കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, ഈ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പോലെ അത്ര വാസ്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അമേരിക്കൻ ലിറ്ററേച്ചർ നമുക്ക് കുറച്ചുകൂടി ആൻസർ ചെയ്യാനായിട്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇന്ത്യയുടെ നെറ്റ് ഇംഗ്ലീഷിൽ നമുക്ക് അമേരിക്കൻ ലിറ്ററേച്ചറിലെ ഫോക്കസ് ഓഫ് ഷിഫ്റ്റ് കുറച്ച് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് കുറച്ചും കൂടി ഒരു കണ്ടംപററി ഇമ്പോർട്ടൻസ് അമേരിക്കൻ ലിറ്ററേച്ചറിലെ ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അമേരിക്കൻ ലിറ്ററേച്ചർ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും മേക്ക് ഷുവർ യു ഗോ ത്രൂ ഓൾ ദി ക്ലാസിക് റൈറ്റേഴ്സ്, ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് റൈറ്റേഴ്സ്. കാരണം അമേരിക്കൻ ലിറ്ററേച്ചറിൽ അങ്ങനത്തെ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്, ലൈക്ക് ഹെർമൻ മെൽവിൽ, നഥാനിയൽ ഹോത്തോൺ, വില്യം ഫൗക്നർ, അങ്ങനത്തെ ഉള്ള ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. രണ്ട്, മേക്ക് ഷുവർ യു ഗോ ത്രൂ ദി ഇമ്പോർട്ടൻറ്റ് മൂവ്മെന്റ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ലിറ്ററേച്ചർ ഓഫ് അമേരിക്ക. അപ്പോൾ ആ ഒരു രണ്ട് കാര്യങ്ങളും കൂടി നോക്കാനായിട്ട് നോക്കുക. അതിനുശേഷം കുറച്ചുകൂടി കണ്ടംപററി സിഗ്നിഫിക്കൻസ് ഉള്ള അമേരിക്കൻ പ്രോബ്ലംസും കാര്യങ്ങളും, അതുപോലെ തന്നെ പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടുള്ള ഒരു ഫോക്കസ് നോക്കുക. എനിവേ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് വർ ആസ്ക്ഡ് ഫ്രം അമേരിക്കൻ ലിറ്ററേച്ചർ ഫോർ ഷിഫ്റ്റ് 1 examination NTA UGC Net English June 2023. So the first question, who among the following was not a member of the Beat generation? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അലൻ ഗിൻസ്ബർഗ്, ഗ്രിഗറി കോഴ്സോ, ജാക്ക് കെറൌക്ക് ആൻഡ് റീറ്റ ഡോഫ്. ഓക്കെ, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബീറ്റ് ജനറേഷനെ കുറിച്ചാണ്. എനിവേ, നമ്മൾ ഓപ്ഷൻസ് നോക്കുന്നതിന് മുമ്പ് നമ്മൾ ബീറ്റ് ജനറേഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ബീറ്റ് ജനറേഷൻ എന്ന് പറയുന്നത് 1950s എമേർജ് ചെയ്തിട്ടുള്ള ഒരു ലിറ്റററി മൂവ്മെന്റ് ആണ്. ഇതിന് അമേരിക്കൻ ലിറ്ററേച്ചറിലും അമേരിക്കൻ കൾച്ചറിലും ഒരുപാട് സിഗ്നിഫിക്കൻസും അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ് ആൻഡ് ഇമ്പാക്റ്റ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുവരെയുള്ള ട്രഡീഷണൽ നോംസ്, ട്രഡീഷണൽ കൾച്ചറൽ പാറ്റേൺസ്, ഇതിൽ നിന്നെല്ലാം മാറി ആ ഒരു കൺവെൻഷണൽ സോഷ്യൽ നോംസിനെ എല്ലാം റിജക്റ്റ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണൽ ലിബറേഷനെ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് ബീറ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. സോ ബീറ്റ് ജനറേഷനിലെ റൈറ്റേഴ്സ് അവരുടെ വർക്കിൽ കുറച്ചും കൂടി ഒരു ഒതന്റിസിറ്റി അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിറ്റി അഡ്വക്കേറ്റ് ചെയ്യുന്ന റൈറ്റേഴ്സ് ആയിരുന്നു. ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിന് കോൺസിക്വൻസ് ആയിട്ട് വന്നിട്ടുള്ള ഡിസിലൂഷൻമെന്റ്, പേഴ്സണൽ ഫ്രീഡത്തിനോടുള്ള ഒരു ഡിസയർ, ഈസ്റ്റേൺ ഫിലോസഫി ആയിട്ട് വരുന്ന ഒരു മിക്സ്, ഒരു ബ്ലെൻഡ്, പിന്നെ മെയിൻ സ്ട്രീം അമേരിക്കൻ വാല്യൂസിന്റെ റിജക്ഷൻ. അതായത് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു കിച്ചൺ സിങ്ക് ഡ്രാമ അല്ലെങ്കിൽ ആംഗ്രി യങ് മാൻ, അതിന്റെ ഒരു കൗണ്ടർ പാർട്ടായിട്ടൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന ബീറ്റ് ജനറേഷനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ബീറ്റ് ജനറേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൺഫോമിറ്റി റിജക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതായത് they rejected the conformity and also the materialism they saw in the post World War II society. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ അവർ സ്പോണ്ടേനിറ്റി ആൻഡ് ഫ്രീഡം എംബ്രേസ് ചെയ്യുന്ന എ സെൻസ് ഓഫ് സ്പോണ്ടേനിറ്റി ആൻഡ് എ റിജക്ഷൻ ഓഫ് ദിസ് ട്രഡീഷണൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫോംസ്, ആ ഒരു ടൈപ്പ് റൈറ്റേഴ്സ് ആണ് നമ്മൾ ഈ ബീറ്റ് ജനറേഷൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ കുറച്ച് റൈറ്റേഴ്സ് അവർ ഈ ഈസ്റ്റേൺ ഫിലോസഫി എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഈ പറയുന്നത് പോലെ മെയിൻ സ്ട്രീം അമേരിക്കൻ വാല്യൂസിന് പകരം സ്പിരിച്വാലിറ്റി എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന റൈറ്റേഴ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഈ റൈറ്റേഴ്സ് എല്ലാം വേറെ ഒരുപാട് സ്റ്റൈലുകളിൽ എഴുതുന്ന റൈറ്റേഴ്സ് ആണ്. ലൈക്ക് അതിൽ കുറേ റൈറ്റേഴ്സ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ പോസ്റ്റ് മോഡേൺ, അവാൻഗാർഡ്, എക്സ്പെരിമെന്റൽ ടെക്നിക്, അങ്ങനെ ഒരുപാട് ഇത് അച്ചീവ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ വരുന്ന മേജർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്
we have Allen Ginsberg. Allen Ginsbergന്റെ ഫേമസ് പോയമാണ് ഹൗൾ, അതെല്ലാം ചോദിച്ചിട്ടുണ്ട്. സോ അപ്പം ഈ ബീറ്റ് മൂവ്മെന്റിന്റെ ഒരു മാസ്റ്റർ പീസ് വർക്ക് ആയിട്ട് നമുക്ക് ഈ ഹൗളിനെ കാണാൻ പറ്റും. ജാക്ക് കെറോക്ക് ഈസ് അനദർ ഇമ്പോർട്ടന്റ് വർക്ക്, ഹു ഈസ് ദി ഓതർ ഓഫ് ദി നോവൽ ഓൺ എ റോഡ്. അതും ഈ ബീറ്റ് ജനറേഷന്റെ ഒരു സ്പിരിറ്റ് എംബ്രേസ് ചെയ്യുന്ന ഒരു വർക്കാണ്. പിന്നെ വി ഹാവ് വില്യം എസ് ബുറോക്സ്, ദി ഓതർ ഓഫ് നേക്കഡ് ലഞ്ച്. അതും ഈ പറയുന്നത് പോലെ ഈ ബീറ്റ് ജനറേഷനിലെ തീംസുകളെ ക്യാപ്സുലൈറ്റ് ചെയ്ത ഒരു വർക്ക് ആയിട്ട് നമുക്ക് കാണാം. ദെൻ വി ഹാവ് നീൽ കസാഡി. ഹീസ് എ കരിസ്മാറ്റിക് ഫിഗർ ഹു ഇൻസ്പയർഡ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് മെനി ബീറ്റ് റൈറ്റേഴ്സ്. സോ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, അലൻ ഗിൻസ്ബർഗ്. അപ്പൊ അലൻ ഗിൻസ്ബർഗ് നമുക്കറിയാം, ഹീസ് എ കീ ഫിഗർ ഓഫ് ദി ബീറ്റ് ജനറേഷൻ. അദ്ദേഹത്തിന്റെ ഫേമസ് പോയം ഹൗൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രീ എക്സ്പ്രഷന്റെയും ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് വ്യൂസിന്റെ ഒക്കെ ഒരു മാസ്റ്റർ പീസ് വർക്ക് ആയിട്ട് റിഗാർഡ് ചെയ്യുന്ന ഒരു വർക്കാണ്. പിന്നെ ഗ്രിഗറി കോഴ്സോ എന്ന് പറയുന്നത് ഈ പറയുന്ന അമേരിക്കൻ പോയിറ്റ് ആണ്. ബീറ്റ് ജനറേഷനിൽ ഒരു ഇമ്പോർട്ടന്റ് ഇതാണ്. ഹി ഓൾസോ എക്സ്പ്ലോർ ദ തീംസ് ഓഫ് സ്പോണ്ടേനിറ്റി, ഫ്രീഡം, റിജക്ഷൻ ഓഫ് സോഷ്യൽ നോംസ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ വർക്ക്സിൽ നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി അദ്ദേഹത്തിന്റെ പോയമാണ് ഗ്യാസലിൻ. അതിലെല്ലാം നമ്മൾ ഗ്യാസലിൻ ആൻഡ് ബോംബ്, ഇതിലൊക്കെ നമുക്ക് ഈ ഒരു ബീറ്റ് മൂവ്മെന്റ് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ജാക്ക് കെറോക്ക്, ഒബ്വിയസ്ലി ഹി ഈസ് ഓൾസോ എ സെൻട്രൽ ഫിഗർ ഇൻ ബീറ്റ് ജനറേഷൻ. അദ്ദേഹത്തിന്റെ മേജർ നോവലാണ് ഓൺ ദി റോഡ്. അത് ഈ പറയുന്നത് പോലെ ബീറ്റ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിനെ ക്യാപ്ചർ ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഈ പറയുന്ന ട്രഡീഷണൽ നോംസ് ആൻഡ് കാര്യങ്ങളെല്ലാം റിജക്ട് ചെയ്യുന്നതിലെല്ലാം ഒരുപാട് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞ ഒതന്റിസിറ്റി ഒക്കെ ഈ ഒരു വർക്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ റീറ്റ ഡോ എന്ന് പറയുന്നത് ഷീ ഈസ് ആൻ അക്കംപ്ലിഷ്ഡ് അമേരിക്കൻ ഓതർ, ബട്ട് ഷീ ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദി ബീറ്റ് മൂവ്മെന്റ്. ഷീ ഈസ് മച്ച് മോർ റിലേറ്റഡ് ടു ദി കണ്ടംപററി അമേരിക്കൻ ലിറ്ററേച്ചർ. ഡോ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഷീ വാസ് ദി പോയറ്റ് ലോറിയേറ്റ് ഓഫ് US ഫ്രം 1993 ടു 1995. അതുപോലെ തന്നെ പുലിറ്റ്സർ പ്രൈസ് ഉൾപ്പെടെ ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. ബട്ട് ഷീ ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദിസ് ബീറ്റ് ജനറേഷൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ D. So that's our correct answer, option D. Now let's move on to the next question. Who among the following has written the play Angels in America? Who among the following has written the play Angels in America? നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. ഡേവിഡ് മാമറ്റ്, അഗസ്റ്റ് വിൽസൺ, സാം ഷെപ്പേർഡ്, ടോണി കഷ്ണർ. ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞു അമേരിക്കൻ ലിറ്ററേച്ചറിലെ ഫോക്കസ് കുറച്ചും കൂടി ഈ പറയുന്ന കണ്ടംപററി റൈറ്റേഴ്സിലോട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ വരുന്നതാണ് ഡേവിഡ് മാമറ്റ്, അഗസ്റ്റ് വിൽസൺ, സാം ഷെപ്പേർഡ്, ടോണി കഷ്ണർ. എനിവേ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി പ്ലേ ഏഞ്ചൽസ് ഇൻ അമേരിക്ക. ഏഞ്ചൽസ് ഇൻ അമേരിക്ക അതിന്റെ സബ് ടൈറ്റിൽ ആണ് എ ഗേ ഫാന്റാസിയ ഓൺ നാഷണൽ തീംസ്. എ ഗേ ഫാന്റാസിയ ഓൺ നാഷണൽ തീംസ്. It's a monumental play written by American playwright Tony Kushner. Tony Kushnerന്റെ ഒരു പ്ലേ ആണ്. 2 പാർട്ടായിട്ടാണ് ഈ പ്ലേ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മില്ലേനിയം അപ്രോച്ചസ് ആൻഡ് പെരസ്ട്രോക്കിയ. ഇത് പ്രീമിയർ ചെയ്തത് 1991. ഫസ്റ്റ് പാർട്ട് 1991 സെക്കൻഡ് പാർട്ട് 1992 ആൻഡ് അമേരിക്കൻ കണ്ടംപററി തിയേറ്ററിലെ മോസ്റ്റ് സെലിബ്രേറ്റഡ് പ്ലേ ആയിട്ടാണ് ഏഞ്ചൽസ് ഇൻ അമേരിക്കനെ റിഗാർഡ് ചെയ്യുന്നത്. നമ്മൾ കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഒരു കണ്ടംപററി സിഗ്നിഫിക്കൻസ് വരുന്നതുകൊണ്ടാണ്. ഇതെല്ലാം പോസ്റ്റ് മോഡേൺ ഏജിൽ വരുന്ന റൈറ്റേഴ്സ് ആണ്. ടോണി കഷ്ണർ ഒരു അവാർഡ് വിന്നിംഗ് അമേരിക്കൻ പ്ലേ റൈറ്റ് ആണ്, ഒരു സ്ക്രീൻ റൈറ്റർ ആണ്. ആൻഡ് ഈ ഏഞ്ചൽസ് ഇൻ അമേരിക്ക അല്ലാതെ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള വർക്ക്സ് എന്ന് പറയുന്നത് എ ബ്രൈറ്റ് റൂം കോൾ ഡേ, അതെല്ലാം അദ്ദേഹത്തിന്റെ വർക്കാണ്. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് ലിങ്കന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുള്ളതും ടോണി കഷ്ണർ ആണ്. പിന്നെ ഏഞ്ചൽസ് ഇൻ അമേരിക്കനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് മില്ലേനിയം അപ്രോച്ചസ്. അത് 1991 പ്രീമിയർ ചെയ്തത്. ഇത് ഈ പറയുന്നത് പോലെ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് സെറ്റ്സ് ദി സ്റ്റേജ് ഫോർ ദി അപ്ഹോൾഡിംഗ് ഡ്രാമ. കൂടുതലും ഈ ലവ്, പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്തെ തീം എന്ന് പറയുന്നത് എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ചാണ്. എയ്ഡ്സ് എപ്പിഡമിക് ഈ ക്യാരക്ടേഴ്സിന് വരുമ്പം അവർക്കുണ്ടാകുന്ന പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രയർ വാൾട്ടർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. സോ അദ്ദേഹത്തിന് എയ്ഡ്സ് വരുമ്പോഴത്തേക്കും അദ്ദേഹം ലവറും തമ്മിലുള്ള ഇതും ബെസ്റ്റ് ഫ്രണ്ട്സ്, അദ്ദേഹത്തിന്റെ ഓൺ സ്ട്രഗിൾ, ഇതൊക്കെയാണ് ബേസിക്കലി പറയുന്നത്. സെക്കൻഡ് പാർട്ട് അതായത് പെരസ്ട്രോയിക്ക എന്ന് പറയുന്നത് ഇതേ തീമിന്റെ കണ്ടിന്യൂവേഷൻ ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ ഏഞ്ചൽസ് ഉൾപ്പെടെയുള്ള സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് ഈ പറയുന്ന പെട്രോസ്കേയിൽ കാണാം. സോ ലെറ്റ്സ് ലുക്ക് ബാക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിൽ വരുന്ന മേജർ തീംസ്, അത് ഞാൻ തീംസ് ഒക്കെ പറയാൻ കാരണം ചിലപ്പോൾ അടുത്ത തവണ തീംസ് ആയിട്ടൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. എയ്ഡ്സ് എപ്പിഡമിക്, പിന്നെ പൊളിറ്റിക്കൽ സോഷ്യൽ ചേഞ്ചസ്, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. So who among the following has written the play Angels in America?
So options David Mamet, August Wilson, Sam Shepard, Tony KUSHNER. So the correct answer is option D, Tony KUSHNER. Now let's look at the next question. Who among the following has written Tales of the Grotesque and Arabesque? Tales of the Grotesque and Arabesque. ഇത് കുറച്ചും കൂടി ഒരു അമേരിക്കൻ ക്ലാസിക് വർക്ക് ആയിട്ട് റിഗാർഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ റൈറ്റേഴ്സിന്റെ ഒരു മേജർ വർക്ക് ആയിട്ട് നമ്മൾ റിഗാർഡ് ചെയ്യുന്ന ഒരു വർക്ക് അല്ല. അപ്പൊ നിങ്ങൾ അമേരിക്കൻ ലിറ്ററേച്ചർ പഠിക്കും, അമേരിക്കൻ ലിറ്ററേച്ചർ അല്ല ഏത് പഠിക്കുമ്പോഴും ഒരു കാര്യം ഓർക്കുക, നമ്മൾ നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ മേജർ വർക്ക്സുകൾ മാത്രം നോക്കിയാൽ പോരാ, മൈനർ വർക്ക്സുകൾക്കും നമ്മൾ ഒരു എക്സ്ട്രാ ഫോക്കസ് കൊടുക്കണം. സോ ഇതിൽ വരുന്ന ഓപ്ഷൻസ് ആണ് ഹെർമൻ മെൽവിൽ, നഥാനിയൽ ഹോത്തോൺ, മാർക്ക് ട്വെയിൻ, എഡ്ഗർ അലൻ പോ. ഹെർമൻ മെൽവിൽ, നഥാനിയൽ ഹോത്തോൺ, മാർക്ക് ട്വെയിൻ ആൻഡ് എഡ്ഗർ അലൻ പോ. ഈ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇത് 4ഉം അമേരിക്കൻ ലിറ്ററേച്ചറിലെ ക്ലാസിക്കൽ റൈറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന റൈറ്റേഴ്സ് ആണ്. സോ ഹു ഹാസ് റിട്ടേൺ ദി വർക്ക് Tales of Grotesque and Arabesque?
ഈ ഒരു വർക്ക് എഴുതുന്നത് എഡ്ഗർ അലൻ പോയാണ്. സോ സ്പീക്കിംഗ് ഓഫ് എഡ്ഗർ അലൻ പോനെ നമുക്കറിയാം, ഹീസ് എൻ അമേരിക്കൻ റൈറ്റർ, എ പോയറ്റ് ആൻഡ് എ ലിറ്റററി ക്രിട്ടിക്. ആൻഡ് എഡ്ഗർ അലൻ പോയുടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹി ഈസ് റിഗാർഡഡ് വിത്ത് ഡാർക്ക് റൊമാൻറ്റിസിസം. അതുപോലെ തന്നെ ഈ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ കൊണ്ടുവരുന്നത്, ഷോർട്ട് സ്റ്റോറീസിന്റെ ജോണറിനെ ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനെ അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ് എഡ്ഗർ അലൻ പോ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന പോലെ ഡാർക്ക് റൊമാൻറ്റിസിസവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന തീംസ് ആണ് ഗോത്തിക്, ഡെത്ത്, മാഡ്നസ്, മിസ്റ്റീരിയസ് എക്സെട്ര. പിന്നെ അദ്ദേഹത്തിന്റെ കൂടുതലും ഷോർട്ട് സ്റ്റോറീസ് ആണ് ദ ടെൽ ടെയിൽ ഹേർഡ്, ദ ഫോൾ ഓഫ് ദി ഹൗസ് ഓഫ് അഷർ. പിന്നെ അദ്ദേഹത്തിന്റെ പോയമാണ് ദ റേവൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പോയംസും അതുപോലെ തന്നെ എസ്സേസും എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ടെയിൽസ് ഓഫ് ദി ഗ്രോട്ടസ്ക് ആൻഡ് അറാബെസ്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആണ്. 1839 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഗ്രോട്ടസ്ക് എന്ന് പറയുന്നത് ദ ബിസയർ ഫാന്റാസ്റ്റിക് എലമെന്റ്സ് ആണ്. അറാബെസ്ക് എന്ന് പറയുന്നത് അതിന്റെ ഓർണേറ്റ് പാറ്റേൺസ് ആണ്, അതായത് ഈസ്റ്റേൺ ആർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം ആണ് അറാബെസ്ക് എന്ന് പറയുന്നത്. ഈ കളക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതിൽ വരുന്ന മേജർ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ആണ് ദ ഫോൾ ഓഫ് ദി ഹൗസ് ഓഫ് ദി അഷർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൈക്കോളജിക്കൽ ത്രില്ലർ ആണ് വില്യം വിൽസൺ. പിന്നെ ഇതേപോലെ തന്നെ വരുന്നവരാണ് ലിഗേറിയ, ദ മാസ്ക് ഓഫ് ദി റെഡ് ഡെത്ത്. ഇതെല്ലാം ടെയിൽസ് ഓഫ് ദി ഗ്രോട്ടസ്ക് ആൻഡ് അറേബിസ്കിൽ വരുന്നതാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. So who is the author of the Tales of Grotesque and Arabesque? The correct answer is option D, Edgar Allan Poe. Edgar Allan Poe ആണ് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which two of the following plays have been written by Edward Albee? So നമുക്ക് എഡ്വേർഡ് ആൽബീനെ കുറിച്ച് അറിയാം. he is one of the greatest playwright of modern American literature. അപ്പോൾ ഇതിൽ we have given 5 options. You have to identify the 2 plays written by Edward Albee. സോ നമ്മൾ എഡ്വേർഡ് ആൽബീനെ കുറിച്ച് പറയുമ്പോൾ നോർമലി നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന പ്ലേ എന്ന് പറയുന്നത് ഹൂ ഈസ് അഫ്രൈഡ് ഓഫ് വെർജീനിയ വുൾഫ് ആണ്. എഗെയിൻ അങ്ങനെ ഒരു പ്ലേ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മേജർ വർക്ക്സുകൾ മാത്രം ഒരിക്കലും നോക്കി പോകരുത്. മേജർ വർക്ക്സിൽ നിന്നും മൈനർ വർക്ക്സിൽ നിന്നും ഒരേപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. സോ ദ സൂ സ്റ്റോറി, ദ പ്രൈസ്, എ ഡെലിക്കേറ്റ് ബാലൻസ്, ഫെൻസസ് ആൻഡ് ഓപ്പറേഷൻ സൈഡ് വിൻറ്റർ. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദ സൂ സ്റ്റോറി, ദ പ്രൈസ്, എ ഡെലിക്കേറ്റ് ബാലൻസ്, ഫെൻസസ് ആൻഡ് ഓപ്പറേഷൻ സൈഡ് വിന്നർ. സോ അപ്പൊ ഇതില് നമ്മൾ എഡ്വേർഡ് ആൽബി എഴുതിയിട്ടുള്ള വർക്ക്സുകൾ നോക്കുകയാണെങ്കിൽ 2 വർക്കാണ് വരുന്നത്. ഒന്ന് ദ സൂ സ്റ്റോറിയും 2 ഡെലിക്കേറ്റ് ബാലൻസും. അപ്പൊ ഇതില് സൂ സ്റ്റോറി എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ 1 act പ്ലേ റിട്ടേൺ ബൈ എഡ്വേർഡ് ആൽബി. ഇതായിരുന്നു എഡ്വേർഡ് ആൽബിയുടെ ഡിബറ്റ് പ്ലേ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് പ്രീമിയർഡ് ഇൻ 1958. ഇത് 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു എൻകൗണ്ടറിന്റെ സ്റ്റോറിയാണ്. ഈ 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പീറ്റർ ആൻഡ് ജെറിയാണ്. ഇവർ ന്യൂയോർക്ക് സിറ്റിയിലെ സെൻട്രൽ പാർക്കിൽ കാണുന്നു. അവരുടെ കോൺവെർസേഷനിൽ ദേ സ്പീക്ക് അബൌട്ട് ദി പ്രോബ്ലംസ് ഓഫ് ദിസ് പോസ്റ്റ് മോഡേൺ ഏജ്, ലൈക്ക് ഐസൊലേഷൻ, കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ എക്സ്പെക്ടേഷൻസ്. അപ്പം ഡയലോഗ് വഴി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ദ സൂ സ്റ്റോറി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് 1 പ്ലേ റിട്ടേൺ ബൈ എഡ്വേർഡ് ആൽബി. അടുത്തതാണ് ഡെലിക്കേറ്റ് ബാലൻസ്. അതൊരു ഫുൾ ലെങ്ത് പ്ലേ ആണ്. 1966 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പ്ലേ ആണ്. ഇത് ഒരു മാരീഡ് കപ്പിളിന്റെ സ്റ്റോറിയാണ്. ആഗ്നസ് ആൻഡ് തോബിയാസ് എന്ന് പറയുന്ന ഒരു മാരീഡ് കപ്പിളിന്റെ സ്റ്റോറിയാണ്. ആൻഡ് ഇവരുടെ ലൈഫ് സമാധാനത്തിൽ പോകുന്നു, പക്ഷെ ഇവരുടെ വീട്ടിലോട്ട് ഫ്രണ്ട്സും ഫാമിലിയും വരുന്നു. ആൻഡ് അവരിൽ പിന്നീട് വരുമ്പോൾ അതിൽ വരുന്ന ടെൻഷൻസും ആ ഒരു കോംപ്ലക്സിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന തീംസ് എന്ന് പറയുന്നത് ഇമോഷണൽ വൾണറബിലിറ്റി, ഫാമിലി ഡൈനാമിക്സ്, അതുപോലെ തന്നെ പേഴ്സണൽ ഹാപ്പിനെസ്സും സോഷ്യൽ എക്സ്പെക്ടേഷൻസും തമ്മിലുള്ള ആ ഒരു ഡെലിക്കേറ്റ് ബാലൻസ്, ഇതൊക്കെയാണ്. അപ്പം ഇതിൽ എഡ്വേർഡ് ആൽബി എഴുതിയിട്ടുള്ള 2 പ്ലേ ആണ് സൂ സ്റ്റോറിയും എ ഡെലിക്കേറ്റ് ബാലൻസ് എന്നും ഉള്ളത്. സോ നമ്മൾ തിരിച്ച് ഈ ക്വസ്റ്റ്യനിലോട്ട് വരുവാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഓപ്ഷൻ എ ദ സൂ സ്റ്റോറി, ഇത് എഴുതുന്നത് എഡ്വേർഡ് ആൽബി ആണ്. സെക്കൻഡ് വൺ ദ പ്രൈസ്. ദ പ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും എഡ്വേർഡ് ആൽബിയുടെ വർക്ക് അല്ല, ഇത് ആർത്തർ മില്ലറിന്റെ പ്ലേ ആണ്. ആർത്തർ മില്ലറും നമുക്കറിയാം, ഹി ഈസ് ഓൾസോ എ വെരി ഗ്രേറ്റ് ഡ്രാമാറ്റിസ്റ്റ് ഓഫ് അമേരിക്കൻ ലിറ്ററേച്ചർ. ഹി ഈസ് നോൺ ഫോർ ഹിസ് പ്ലേസ് ലൈക്ക് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ദ ക്രൂസിബിൾ, ഇതൊക്കെയാണ് ആർത്തർ മില്ലറിന്റെ. അപ്പൊ ആർത്തർ മില്ലറിന്റെ ഒരു പ്ലേ ആണ് ദ പ്രൈസ് എന്ന് പറയുന്നത്. Again, a delicate balance, എഡ്വേർഡ് ആൽബിയുടെ വർക്ക് ആണ്. Then we have ഫെൻസസ്. ഫെൻസസ് എഡ്വേർഡ് ആൽബിയുടെ അല്ല, അത് അഗസ്റ്റ് വിൽസൺ എഴുതുന്ന ഒരു വർക്കാണ്. അഗസ്റ്റ് വിൽസണും ഈ പറയുന്ന പോലെ ഈ ആഫ്രിക്കൻ അമേരിക്കൻ എക്സ്പീരിയൻസസിനെ കുറിച്ചൊക്കെ എഴുതുന്നതാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ വർക്ക്സിനെ നമ്മൾ കൂടുതലും പിറ്റ്സ്ബർഗ് സൈക്കിൾ എന്നാണ് പറയുന്നത്. അതിൽ ആ പിറ്റ്സ്ബർഗ് സൈക്കിളിൽ വരുന്ന ഒരു വർക്കാണ് ഫെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഇതിൽ നമുക്കറിയാം നമ്മൾക്ക് ഇതിലെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്
we have ഏതൊക്കെയാണ് the stew story and delicate balance. അപ്പോൾ ഇതിൽ stew story and delicate balance വരുന്നത് ഓപ്ഷൻ A and C ആയിട്ടാണ്. So the correct answer is option C. Okay, അപ്പോൾ നമ്മുടെ correct answer ഓപ്ഷൻ C ആണ്. ഇനി അടുത്തത് again another very famous writer. Which of the following are written by William Faulkner? William Faulkner അമേരിക്കൻ ലിറ്ററേച്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉള്ള സമയത്തും ആ ഒരു ക്വസ്റ്റ്യൻ വില്യം ഫോക്നറിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന വർക്ക്സുകൾ എന്ന് പറയുന്നത് അബ്സലോം ആൻഡ് അബ്സലോം ആസ് ഐ ലേ ഡൈയിങ്, പിന്നെ അതുപോലെ തന്നെ സൗണ്ട് ആൻഡ് ഫ്യൂരി, ഇതൊക്കെയാണ് നോർമലി ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് വർക്ക്സ് തന്നിട്ട് അതിൽ വില്യം ഫോക്നർ എഴുതിയിട്ടുള്ള വർക്കിനെ അറേഞ്ച് ചെയ്യാനായിട്ടാണ്. സോ നമുക്കറിയാം ഇതിൽ വില്യം ഫോക്നർ എഴുതിയിട്ടുള്ള രണ്ട് വർക്ക്സ്. എനിവേ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ഓപ്ഷൻ. സാങ്ച്വറി, കളർ സ്ട്രക്ക്, ജീസസ്, ദി സൺ ഓഫ് മാൻ, ലൈറ്റ് ഇൻ ഓഗസ്റ്റ്, അബ്സലോം ആൻഡ് അബ്സലോം. അപ്പൊ ഇതിൽ 3 വർക്ക്സ് ആണ് വില്യം ഫോക്നർ എഴുതിയിട്ടുള്ളത്. സാങ്ച്വറി, ലൈറ്റ് ഇൻ ഓഗസ്റ്റ് ആൻഡ് അബ്സലോം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സാങ്ച്വറി ഇത് വില്യം ഫോക്നർ 1931 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ്. ഇതൊരു സദേൺ ഗോത്തിക് നോവലാണ്. അദ്ദേഹത്തിന്റെ നോർമൽ സെറ്റപ്പ് എന്ന് പറയുന്നത് യോങ്കാപറ്റുവ കൗണ്ടിയാണ്, മിസിസിപ്പിയിലെ. ആ സെയിം സ്ഥലത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, സദേൺ അമേരിക്കൻ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ടെമ്പിൾ ഡ്രേക്ക് എന്ന് പറയുന്ന ഒരു യങ് വിമൻ, ഹൗ ഷി എൻഗേജസ് ഇൻ എ വെബ് ഓഫ് ക്രൈം ആൻഡ് ബ്രൂട്ടാലിറ്റി, ആ ഒരു സ്റ്റോറിയാണ് സാങ്ച്വറി എന്ന് പറയുന്നത്. Then we have Light in August. അതും വില്യം ഫോക്നറിന് 1932 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഈ നോവൽ സെറ്റ് ചെയ്തിട്ടുള്ളത് മിസിസിപ്പിയിലാണ്. ഇതേ പ്രോബ്ലംസ് തന്നെയാണ്, റേസ്, റിലീജിയൻ, ഐഡന്റിറ്റി പ്രോബ്ലംസ്. ഇതിൽ ജോ ക്രിസ്മസ് ആണ് മേജർ ക്യാരക്ടേഴ്സ്. അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല ആളുകളും തമ്മിലുള്ള ഐഡന്റിറ്റി ക്രൈസിസും റേഷ്യൽ പ്രോബ്ലംസും, അതാണ് ലൈറ്റ് ഇൻ ഓഗസ്റ്റ്. അബ്സലോം ആൻഡ് അബ്സലോം എന്ന് പറയുന്നത് വില്യം ഫോക്നറിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. സ്റ്റ്യൂപ്പൻ ഫാമിലിയുടെ സ്റ്റോറിയാണ്. അവരുടെ സ്ലേവറി, ഫാമിലി, ലെഗസി ഓഫ് ദി പാസ്റ്റ്, ഇതൊക്കെയാണ്. അബ്സലോം എന്ന് പറയുന്ന ടൈറ്റിൽ ബിബ്ലിക്കൽ ടൈറ്റിൽ ആണ്. വില്യം ഫോക്നറിന്റെ ടൈറ്റിൽ നോക്കുക, സൗണ്ട് ആൻഡ് ദ ഫ്യൂരി, അതിന്റെ റെഫറൻസസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഈ ഒരു 3 വർക്ക്സുകളാണ് വില്യം ഫോക്നറിന്റെ വർക്ക്സ് ആയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദി ക്വസ്റ്റ്യൻ. Which of the following are written by William Faulkner? So ഇതിൽ നമുക്കറിയാം സാങ്ച്വറി വില്യം ഫോക്നറിന്റെ വർക്കാണ്. കളർ സ്ട്രക്ക് വില്യം ഫോക്നറിന്റെ വർക്ക് അല്ല. കളർ സ്ട്രക്ക് എന്ന് പറയുന്നത് സോള നീർ ഹസ്റ്റൺ, ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്റർ ആണ്. സോള നീർ ഹസ്റ്റന്റെ വർക്കാണ്. ആൻഡ് നമുക്ക് സോറാനി ഹസ്റ്റന്റെ വർക്ക്സ് അറിയാം. ദർ ഐസ് വോ വാച്ചിങ് ഗോഡ്, അതെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഹാർലം റിനൈസൻസിന്റെ സെലിബ്രേഷൻ ഒക്കെ നമുക്ക് ആ ഒരു വർക്കിൽ കാണാം. സോ കളർ സ്ട്രക്ക് ഈസ് റിട്ടൺ ബൈ ഹസ്റ്റൺ, നോട്ട് ഫോക്നർ. പിന്നെ ജീസസ് ദി സൺ ഓഫ് മാൻ കഹീൽ ഗിബ്രാന്റെ ഒരു വർക്കാണ്. അതും വില്യം ഫോക്നറിന്റെ വർക്ക് അല്ല. കലീം ഗിബ്രാനെ നമുക്കറിയാം, ഒരു ലെബനീസ് അമേരിക്കൻ റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ മേജർ വർക്ക് എന്ന് പറയുന്നത് ദ പ്രൊഫറ്റ് ആണ്. ഓക്കെ, സോ അപ്പം ഇതിൽ ദ കറക്റ്റ് ആൻസർ ഈസ് A, D and E comes as option C. Okay, so these were the questions that were asked from June 2023 NTA UGC Net English Examination Shift 1. അപ്പോൾ നമുക്ക് ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ആണ് അമേരിക്കൻ ലിറ്ററേച്ചറിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് 5ഉം ഒന്ന് ബീറ്റ് ജനറേഷനെ കുറിച്ചായിരുന്നു. പിന്നീട് വരുന്ന 2 ക്വസ്റ്റ്യൻസും പിന്നീട് വരുന്ന 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് കണ്ടംപററി ലിറ്ററേച്ചർ ആണ്, പിന്നെ മെയിൻ ആയിട്ട് വരുന്ന റൈറ്റേഴ്സ് ആണ്. അതായത് എഡ്ഗർ അലൻ പോയുടെ വർക്കുകൾ, പിന്നെ എഡ്വേർഡ് ആൽബിയുടെ വർക്ക്സ്, വില്യം ഫോക്നർ. അതായത് ഈ ഒരു തവണ നമുക്ക് ഷിഫ്റ്റ് 1 ചോദിച്ചിട്ടുള്ള അമേരിക്കൻ ലിറ്ററേച്ചറിന്റെ പാറ്റേൺസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അമേരിക്കൻ ലിറ്ററേച്ചറിലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് ആണ് വില്യം ഫോക്നർ, അതുപോലെ തന്നെ എഡ്ഗർ അലൻ പോ, എഡ്വേർഡ് ആൽബി. അപ്പോൾ ഈ ഒരു റൈറ്റേഴ്സിൽ നിന്നൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെയുള്ള 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് അമേരിക്കൻ ലിറ്ററേച്ചറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ബീറ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടംപററി സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഈ ഒരു അപ്പം നമ്മൾ അമേരിക്കൻ ലിറ്ററേച്ചർ പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു മൊഡ്യൂളാണ്. കാരണം ഇതിനകത്ത് 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മൾ അമേരിക്കൻ ലിറ്ററേച്ചർ നോക്കുമ്പം തന്നെ നോക്കേണ്ട റൈറ്റേഴ്സ് ആണ് ഈ പറയുന്ന 3 വ്യക്തികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബീറ്റ് ജനറേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് അമേരിക്കൻ ലിറ്ററേച്ചർ. സോ നമ്മൾ കുറച്ച് എഫോർട്ട്
എഫേർട്ട് ഇടുവാണെങ്കിൽ, അതുപോലെ തന്നെ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുതാത്ത റൈറ്റേഴ്സിനെയും നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് more than 80% സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. So that's all for this video. Thank you.